ആൾക്കാരുണ്ട് കാല് വേദനയ്ക്ക് ചെരുപ്പിന്റെ അടിയിൽ മുള്ളുള്ള ചെരുപ്പിട്ട് നടക്കുക. ഒന്നും വേണ്ട, കാലത്ത് ദർശനത്തിന് പോകുമ്പോൾ ഒരു 11 പ്രദക്ഷിണം വെച്ചാൽ മതി. ഏത് കരിങ്കല്ലിട്ടിട്ടുള്ള ആ പാതയിലൂടെ മുള്ളിട്ട് നടക്കേണ്ട കാര്യമില്ല. എന്താണ്? കാലിൻ്റെ അടിയിലുള്ള 100 ചില്ലാനം വർമ്മ കേന്ദ്രങ്ങൾ നമ്മൾ ഈ കരിങ്കൽ പാതയിൽ കൂടെ നടക്കുമ്പോൾ സ്പന്ദിക്കും. അതില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ മുള്ളും ചെരുപ്പിട്ട് നടക്കണേ. ആലോചിച്ച് നോക്കൂ. പണ്ട് ഭീഷ്മര് അസ്ത്രത്തിൻ്റെ മുള്ളിൽ കിടന്നു എന്ന് പറഞ്ഞ പോലെയുള്ള കാലിൻ്റെ ഇടയിൽ മുള്ളുള്ള ചെരുപ്പിട്ട് നടക്കാം. എന്താണ് ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ? ഈ പ്രകൃതിയിൽ ജീവനെ സംരക്ഷിക്കുന്ന ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ള ഒരു വായുമണ്ഡലമുണ്ട്. എന്താണ് അതിൻ്റെ പേര്? പഠിച്ച ആൾക്കാർ കുറെ ഇല്ലേ ഇവിടെ? ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ള വായുമണ്ഡലത്തിന്റെ പേരെന്താണ്? ആർക്കും അറിയില്ല. കഷ്ടാണ് കാര്യം. പഠിക്കുന്ന കുട്ടികളില്ലേ ഇവിടെ? അറിയോ? അല്ലെങ്കിൽ ഞാൻ തന്നെ ഉത്തരം പറയേണ്ടി വരും. സ്വാമി വെറുതെ പ്രഭാഷണം നടത്താൻ വന്നിട്ട് ഞങ്ങളെന്ന് വെറുതെ വട്ടം തിരിക്കല്ലേ കേട്ടോ. അങ്ങനെയാണോ ചിന്ത? അങ്ങനെയൊന്നും വേണ്ട, അറിയണം. ഓസോൺ. എന്താണ് ഓസോണിന്റെ പ്രത്യേകത? സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഫിൽട്ടർ ചെയ്ത് ഭൂമിയിലേക്ക് വിടുക എന്ന് പറഞ്ഞതാണ് ഓസോൺ എന്ന് പറയുന്ന വാതകത്തിന്റെ ജോലി. ആ ഓസോൺ പാളികൾക്ക് അറ്റ്ലാന്റയുടെ മുകളിൽ ദ്വാരം വീണപ്പോ വികസിത രാഷ്ട്രങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഓസോണെ കൊണ്ട് ഇപ്പൊ അവിടെ വിസർജിച്ചുകൊണ്ടിരിക്കുക. എവിടുന്നാ ഓസോൺ ഉണ്ടാവണേ? ഓക്സിജൻ എവിടുന്നാ ഉണ്ടാവണേ? എവിടുന്നാ? ചെടികളിൽ നിന്ന് അല്ലേ? സസ്യലതാദികളിൽ നിന്നാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. ഓസോൺ ഉണ്ടാവുന്നത് എവിടുന്നാ? ഇതേ ചെടികളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ക്ഷേത്രത്തിൽ ഇതിന്റെ പ്രത്യേകത എന്താ? വടവൃക്ഷത്തിൽ ആലും കുറ്റിവൃക്ഷത്തിൽ കൂവളവും കുറ്റിച്ചെടിയിൽ തുളസിയും പുല്ലിൽ കറുകയും ഓസോണെ വിസർജിക്കുന്ന സസ്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കണേ. ശിവന് കൂവളവും ഗണപതിക്ക് കറുകയും കൃഷ്ണന് തുളസിയും അർച്ചിക്കാൻ തുളസിയും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ സയന്റിഫിക് വശത്തെ അതിൻ്റെ ഉള്ളിൽ പ്രയോഗിക്കുകയാണ്. പ്രകൃതി ചികിത്സകര് കാലത്ത് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 9 തുളസിയുടെ ഇലയിട്ടിട്ട് കുടിക്കാൻ പറയും. എന്തിനു വേണ്ടിയിട്ടാ? ഓസോൺ ജലത്തിൽ ലയിക്കുന്ന വാതകമാണ്. ഈ വാതകം ജലത്തിൽ ലയിച്ച് നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ആന്റിബയോട്ടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇത് തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന തീർത്ഥം. ആ തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ ശേഷി ഉണ്ടാവും. ചന്ദനം ഒരു എയർ കണ്ടീഷണറാണ്. പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാം, തലവേദന വന്നാൽ നമ്മൾ ചന്ദനം അരച്ചിട്ട് ഫുള്ളായിട്ടിടും, നെറ്റിയിൽ നന്നായിട്ടിടും. എന്താണ്? തലച്ചോറിലേക്ക് പോകുന്ന രക്തം ഈ ചന്ദനത്തിൽ നിന്നും തണുവിനെ സ്വീകരിച്ച് കൂളാവും, തലവേദന മാറും. ഇത് സയൻസാണ്. നമ്മളുടെ ക്ഷേത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മുഴുവൻ സയന്റിഫിക് ആണ്. ഇതിനെയാണ് നമ്മൾ ന്യൂ ജനറേഷൻ, യുവതലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊന്നും നമ്മൾ ചെയ്യില്ല. എന്നിട്ട് നമ്മൾ രാമരാമ കൃഷ്ണ കൃഷ്ണ ജപിച്ച് നടക്കും. അത് വേണ്ടാന്ന് പറയുന്നില്ല, അത് വേണം. എന്തിനാണ് നാമജപം? കലിയുഗത്തിൽ നമുക്ക് മോക്ഷ സാക്ഷാത്കാരത്തിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് നാമജപം. അതും പോട്ടെ, നമ്മൾ വീടുകളിൽ ഇന്ന് മക്കൾക്കിടുന്ന പേരെന്താ?
പണ്ട് കാലത്ത് രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, നാരായണൻ എന്നൊക്കെയായിരുന്നു. എന്തുകൊണ്ടാ? അങ്ങനെയെങ്കിലും ഭഗവാനെ വിളിക്കട്ടെ ആൾക്കാരെന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്തരം പേരുകൾ ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് നമ്മളെന്ത് പറയും? മുത്തശ്ശന്റെ പേര് കേട്ടോ മോനെ, എന്താ അത്? നാരായണൻ. മകളായാലോ ജാനകി. ഇന്നത്തെ പേരോ എനിക്കറിയില്ല. ഇന്നത്തെ പേരുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. രണ്ടക്ഷരം ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പേരായി. അപ്പൊ നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നോക്കൂ, ക്രിസ്ത്യാനികൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടുക? വൈറ്റ് ആൻഡ് വൈറ്റ് അല്ലേ? മുസ്ലിം സഹോദരന്മാർ പള്ളിയിൽ പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടുക? വൈറ്റ് ആൻഡ് വൈറ്റ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടുക? പല ജാതി. എവിടുന്ന ഒത്തൊരുമ ഉണ്ടാവുക? നമ്മൾ യൂണിഫോം ഇടാത്തൊരു പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലീസുകാരനാണെന്നറിയില്ല, താൻ പോടോന്ന് പറയും. അതേ പോലീസുകാരൻ യൂണിഫോം ഇട്ട സാറേ എന്ന് വിളിക്കും ഇല്ലേ? അപ്പൊ യൂണിഫോമിറ്റി, അതാണ് ഈ ഏകത എന്ന് പറയുന്നത്. നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എത്രയോ സാരി നമ്മൾ വാങ്ങിക്കണ്ടില്ലേ? ഒരു നീല സാരി എടുത്തു പോയാൽ എന്താ കുഴപ്പം? ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നീല സാരി എടുത്തു പോവുക. എന്താ നീലയുടെ പ്രത്യേകത? ഭഗവാൻ കൃഷ്ണന്റെ നിറം നീലയാണ്, ഭദ്രകാളിയുടെ നിറം നീലയാണ്, ശ്രീ പരമേശ്വരന്റെ നിറം നീലയാണ്. എന്തിനേറെ ആകാശത്തിന്റെ നിറം നീലയാണ്, നല്ല ശുദ്ധ ജലത്തിന്റെ നിറം നീലയാണ്. അപ്പൊ ഒരു നീല സാരി ഉടുത്തിട്ട് നമുക്കൊരു ഏകതയായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? ശബ്ദം കേട്ടത് പുരുഷന്റെയാണ്. പുരുഷന്മാരെങ്ങനെയാ പോണ്ട്? ഒരു നല്ല ചന്ദന കളറ് ഷർട്ടൊക്കെ ഇട്ട് വെള്ളം കൊണ്ടുകൊടുത്തിട്ട് പോയാൽ എന്തൊരു ഐശ്വര്യം ഉണ്ടാവും കാണാനായിട്ട്. ഇത് അമ്പലത്തിൽ പോകുമ്പോൾ പൂരപ്പുറമ്പിൽ പോയ മാതിരിയാ, പല ജാതി ആൾക്കാർ, പല നിറം, പല മാതിരി. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. മാറ്റം പ്രകൃതി നിയമമാണ്. മാറ്റം പ്രകൃതി നിയമമാണ്. എന്തേ നമുക്ക് മാറിയാൽ കുഴപ്പം? അപ്പോ നമ്മൾ പല രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല രീതിയിൽ ഹിന്ദുത്വത്തിന്റെ നാനാത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്ക് വരാൻ വേണ്ടി പല രീതിയിൽ ചിന്തിച്ചും കൊണ്ട് നമ്മളുടെ ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമസ്ത ജാതീയ സമ്പ്രദായങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് മഹാനായ ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താ? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നന്നാവുണ്ടോ ഈ മനുഷ്യൻ? ഉണ്ടോ? എന്തേ? മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. എന്താ മനനം ചെയ്യാൻ കഴിവെന്ന് പറഞ്ഞാൽ തിരിച്ചറിയാനുള്ള കഴിവ്. തിരിച്ചറിയാനുള്ള കഴിവ് എവിടുന്ന ഉണ്ടാവുക? ഇരുട്ടുണ്ടെങ്കിലേ പ്രകാശത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അധർമ്മമുണ്ടെങ്കിലേ ധർമ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. അസുരതയുണ്ടെങ്കിലേ സുരതയെ മനസ്സിലാക്കാൻ സാധിക്കൂ. അസത്യമുണ്ടെങ്കിലേ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ ഇത് പോസിറ്റീവ് നെഗറ്റീവാണ്. പോസിറ്റീവും നെഗറ്റീവും ഇല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു വഴിപാടുണ്ട്, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ. ശത്രു സംഹാര പുഷ്പാഞ്ജലി. എന്താണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി? എന്താ അതിൻ്റെ അർത്ഥം? എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് തിരുമേനിയോട് പറയും, തിരുമേനി ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കണം. തിരുമേനി ചോദിക്കും, ആരാ നിങ്ങളുടെ ശത്രു? അത് അപ്പുറത്തെ വീട്ടിലെ ശാരദയാണ്, അവർക്ക് ഒരു പണി കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. ഇതാണോ ശത്രു സംഹാര പുഷ്പാഞ്ജലി? ശത്രു ആരാ? എവിടെ ശത്രുവുള്ളത്? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അധർമ്മത്തെയും അസത്യത്തെയും അനീതിയെയും
ആസുരഭാവത്തെയും ഒക്കെ മാറ്റിത്തരണേ ഭഗവതി എന്ന് പറയുന്ന അർച്ചനയാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ? നമ്മളുള്ള നാവ്. ഒന്ന് പഴച്ചാൽ മതി, അടി എപ്പ കിട്ടുന്ന ചോദിക്കില്ല അല്ലേ? അപ്പോ നമ്മൾ മനുഷ്യരാണ്, മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അപ്പൊ ഏതൊരു വിഷയത്തെയും മനനം ചെയ്ത് മുന്നോട്ട് നീങ്ങുക, അതാണ്. ഇന്ന് നോക്കൂ, ഇവിടെ നടക്കുന്ന യുദ്ധങ്ങൾ, ഇറാൻ നമ്മുടെ സൗദി രാജ്യങ്ങളെ മുഴുവൻ, സൗദി മുതലായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ചു. ഇവരൊന്നും ചെയ്തിട്ടില്ല, ആക്രമിച്ചു. അതിനിപ്പോൾ അവരെന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ആർമിയുടെ ഒരു ഗ്രൗണ്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾ ആക്രമിക്കും. ഇവരെല്ലാവരും കൂടിയിട്ട് ഒന്ന് ആക്രമിച്ചാൽ മതി, ഇറാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, രാജ്യം ഉണ്ടാവില്ല. പക്ഷെ അവരത്രയും സഹിച്ച് ക്ഷമിച്ച് അവരൊന്നും തിരിച്ചടിച്ചിട്ടില്ല. ഒരു ഗൾഫ് രാജ്യങ്ങളും തിരിച്ചടിച്ചിട്ടില്ല. ഇപ്പൊ കുറേയൊക്കെ സ്ഥലത്ത് അവർ തിരിച്ചടിച്ചു. ഇപ്പൊ പറയാണ് ക്ഷമിക്കണേന്ന്. എന്താണ്, എന്തിനാണാവോ അങ്ങനെ പറയണേ അറിയില്ല. ഇനിയിപ്പോ എന്താ പറയാ, വീര്യം കൂട്ടി അടിക്കാനാണോ എന്നറിയില്ല. ഇപ്പൊ കുറെ ആയുധങ്ങളൊക്കെ അവരുടെ കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാ സ്ഥലത്തും അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എപ്പോഴാ ചതിക്കാന്നറിയില്ല. എന്നാലും ഈ സൗദി രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ സമാധാനമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഹിന്ദു ക്ഷേത്രങ്ങൾ സൗദി അറേബ്യയിലും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെത്ര ശാന്തിയോട് കൂടിയിട്ടാണ് നിൽക്കണേ എന്നുള്ളത്. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാർ ഹാലിളകിയിട്ടാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ, വേറെ ആരുമല്ല. വേറെ ആരെയും കുറ്റം പറയണ്ട, നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ മുഴുവൻ വേദോപനിഷത്തുകൾ പഠിക്കാനുള്ള